ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ സ്റ്റഡി ചാലഞ്ചിൻ്റെ ഡേ 7 ആണ്. പ്രീവിയസ് ഡേ തന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ, അതായത് 7th ഡേ മോർണിംഗ് തന്നെ 10 o'clock ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെഷൻ ഞാൻ ചൂസ് ചെയ്തത് ജോഗ്രഫിയിലെ റോക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് മുന്നേ പഠിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ജോഗ്രഫി കുറച്ചൊരു ടഫായിട്ടുള്ള ഒരു ഏരിയയാണ്. സ്കൂൾ മുതലേ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ പോലും ഞാനത് പഠിച്ചെടുത്തു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം കറണ്ട് അഫെയർസും ന്യൂസ് പേപ്പറും അതും ഞാൻ പ്രോപ്പറായിട്ട് നോക്കി. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ചൂസ് ചെയ്ത ടോപ്പിക്. അതിനകത്ത് പൗരത്വം, സിറ്റിസൺഷിപ്പ് ഓൾറെഡി ഒരു 2 months മുന്നേ ഞാൻ പഠിച്ചതാ. പക്ഷേ കറക്റ്റ് ടൈമിൽ ഇൻ്റർവെല്ലിൽ എനിക്ക് റിവിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ പോയിന്റ്സ് ഒക്കെ, മെയിൻ പോയിന്റ്സ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഡിമാർക്കേറ്റ് ചെയ്ത് പഠിക്കണമല്ലോ, എപ്പം മുതൽ എപ്പം വരെയാണ് ഇത് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് വിട്ടുപോയതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ലക്ഷ്യയുടെ ക്ലാസ്സും കൂടെ കണ്ടിട്ട് ഞാൻ പഠിച്ചു. നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിനൊന്നും ഞാൻ നോട്ട്സ് എഴുതിയെടുത്തിട്ടില്ല. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പം എക്സാമൊക്കെ കഴിഞ്ഞിട്ട്, ഈ പ്രിലിംസിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടൈം കിട്ടുമ്പോൾ, നമുക്ക് ടൈം ഉണ്ടാകുമ്പോൾ ഇടയിൽ ഒന്നും കൂടി എൻ്റെതായ ഹാൻഡ് റൈറ്റിങ്ങിൽ നോട്ട് മാറ്റി എഴുതണം എന്ന് എനിക്കുണ്ട്. ടൈം കിട്ടുമെന്ന് അറിയില്ല, കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആയി പോകണ്ടെന്ന് വെച്ചിട്ട്. അതിനുശേഷം ജോഗ്രഫിയും SCRT-യിലൊരു സെഷനും കൂടി ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകേണ്ടതുകൊണ്ട് 6 o'clock വരെ പഠിച്ചിട്ട് പിന്നെ ഞാൻ പോയി വന്നിട്ടാണ് ബാക്കി ചെയ്തത്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇവിടെ നല്ല മഴയും പിന്നെ അതുപോലെ തന്നെ കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാനിത് ആ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയാണ് അത്യാവശ്യം, അതുപോലെ തന്നെ കറണ്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ മഴയുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ സ്റ്റഡി സെഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ആ ഒരു ഔട്ടിംഗ് എന്ന് പറയുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് നെസസറി ആയിരുന്നു. ഇപ്പം എനിക്കാണെങ്കിലും ശരി, ഹസ്ബൻഡിനാണെങ്കിലും അതുപോലെ തന്നെ മോനാണെങ്കിലും കളിക്കാൻ വേറെ ആരുമില്ല. അപ്പം ഇങ്ങനെ ഒരു ടൈമിൽ പോകുന്ന സമയത്ത് നമുക്ക് മൈൻഡ് റിലാക്സ്ഡ് ആക്കാനും പറ്റും, അതുപോലെ തന്നെ ബേബിയുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ മോനാണെങ്കിലും കളിക്കാനൊന്നും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, മോൾസിലൊക്കെ പോയി ബാക്കിയുള്ളവരെ കണ്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. സോ അത് മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പോയി. പക്ഷെ എന്നിരുന്നാലും ടൈം റെസ്ട്രിക്ട് ചെയ്ത് ഒരു 2 hours പെട്ടെന്ന് പോയി തിരിച്ചു വന്നു. അപ്പം ഞാൻ വേഗം കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, പഠിത്തം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് പഠിക്കാതെ എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാം എന്നുള്ളത്. അത് കണ്ടിട്ടും കൂടി ആയിരിക്കും നിങ്ങൾ ഈ വ്ളോഗിലേക്ക് വന്നിട്ടുണ്ടാവുക. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് പഠിത്തത്തിനോട് മടുപ്പ് തോന്നണമെങ്കിൽ കുറേ റീസൺസ് ഉണ്ടാവാം. ചിലപ്പോൾ അതിന് വന്ന സെറ്റ് ബാക്സ് ആവാം, ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചൊരു എക്സാം എഴുതിയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഫെയിലിയർ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ പല പല റീസൺ കൊണ്ട് മടുപ്പ് വരാം. എന്ത് തന്നെ ആയിക്കോട്ടെ റീസൺ. അപ്പം അതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്കത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എല്ലാം തന്നെ ചെയ്തു നോക്കണം എന്നല്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. പിന്നെ ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ആൾക്കാർക്കനുസരിച്ച് ചേഞ്ചസും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇത് ഞാൻ എൻ്റെ കാര്യത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ റാങ്ക് ഫയൽ വാങ്ങിക്കുന്ന സമയത്ത് അത് നല്ല വോള്യൂമിനസ് ആയിട്ടുള്ള റാങ്ക് ഫയൽ ആയിരിക്കുമല്ലോ. അപ്പം അതിനെ ഓരോ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ എൻ്റെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ റാങ്ക് ഫയൽ ഞാനിങ്ങനെ കുറേ പോർഷൻസ്, ഒരു ഓൾമോസ്റ്റ് 10 to 12 പോർഷൻ സബ്ജക്ട്സ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് വരും, എന്നെക്കൊണ്ട് ഇത് പറ്റുന്നുള്ളത്. മറ്റൊരു 4000-5000 പേജസ് കാണുമ്പോൾ അയ്യോ ഇതെപ്പോൾ പഠിക്കും എന്നുള്ളതാവും. അതൊരു 100-200 റെസ്ട്രിക്റ്റ് ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വരും, യെസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത്. പിന്നെ ചില ആൾക്കാർക്ക് ജസ്റ്റ് റാങ്ക് ഫയൽ വായിച്ചാൽ മാത്രം പറ്റില്ല, നോട്ട് റൈറ്റ് ചെയ്ത് എഴുതി ഉണ്ടാക്കുന്ന നോട്ട്സ് ആയിരിക്കും കുറച്ചുകൂടി ഇഷ്ടം, നമ്മളെ ഹാൻഡ് റൈറ്റിങ്ങിൽ കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നോട്ട് എഴുതി തന്നെ പഠിക്കുക. അപ്പം നോട്ട് എഴുതുന്ന സമയത്ത് നമുക്കത് അതിനോട് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യണം എന്നല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും അത് കാണുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ, റാങ്ക് ഫയൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. അപ്പം നമുക്ക് പഠിക്കാൻ, ഞാൻ വീണ്ടും പറയണത് ഇത് എല്ലാവർക്കും ഇങ്ങനെയല്ല, പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ അതൊന്ന് ശ്രദ്ധിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോട്ടൊക്കെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്ത് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് പിക്ചേഴ്സൊക്കെ ഡ്രോ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, ഈ നോട്ട് റൈറ്റിംഗ് ബ്യൂട്ടിഫൈ ചെയ്യുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നമ്മൾ പഠിച്ച ഏരിയ തന്നെ. സോ നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്കത് കൂടുതലൊരു കോൺഫിഡൻസ് തരാനും
വീണ്ടും വീണ്ടും ടോപ്പിക്സ് കവർ ചെയ്ത് നമ്മുടെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. കാര്യം എന്ന് പറയുന്നതാണ് ടീച്ച് സംവൺ. അതായത് നിങ്ങൾ എത്ര പേര് ഫെയ്മാൻ ടെക്നിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിച്ചൊരു കാര്യം വേറൊരാളെ പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അത് ലിറ്ററലി ഒരാൾ മുന്നിൽ വേണമെന്നില്ല, ഇല്ലെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ ഒരാളുണ്ടെന്ന് ഇമാജിൻ ചെയ്ത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പം നമുക്കൊരു ക്ലിയർ പിക്ചർ നമ്മുടെ മൈൻഡിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വേറൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഒരാളെ ടീച്ച് ചെയ്യുക. അത് നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരും ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ജസ്റ്റ് പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതിപ്പോൾ അവർ ആക്റ്റീവ് ലിസണിങ് കേട്ട് മനസ്സിലാക്കണം എന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ സമാധാനത്തിന് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു വാളിലേക്ക് നോക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ പറയാം. സോ അതും നമ്മളെ നന്നായിട്ട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെ തന്നെ അസസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ്. ഞാൻ എപ്പോഴും പറഞ്ഞു, ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഡയറി. സോ ദാറ്റ് നമുക്ക് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം പോകാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 hours ടാർഗറ്റ് ചെയ്തു. ആ ഓരോ അവേഴ്സും ഓരോ സബ്ജക്റ്റ് വെച്ചിട്ട് 5 each അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞാൻ അത് ടിക്കറ്റ് പോകുന്ന സമയത്ത് അതെനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ്. അപ്പോൾ ഇനീഷ്യലി ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. റീസെൻ്റ്ലി ആണ് ഞാൻ അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതെനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് തരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും ഇതുപോലെ ചെയ്ത് അത് അച്ചീവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ അതെനിക്ക് തരാറുണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നതാണ് അപ്ഡേറ്റിംഗ് സംവൺ. അതായത് നിങ്ങളുടെ വെൽവിഷർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നും നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അയാളോട് നിങ്ങൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരോടും പറയണം എന്നല്ല, അയാളോട് മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ ഫോർ എക്സാമ്പിൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ എക്സാംസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ എക്സാംസിൽ എനിക്ക് ഇങ്ങനെയാണ് സ്കോർ കിട്ടുന്നത്, അപ്പോൾ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു പെർഫോമൻസ് എനിക്ക് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്താണോ, അല്ലെങ്കിൽ നന്നായിട്ട് എനിക്കിന്ന് പെർഫോം ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ഞാൻ വീക്ക്ലി ടാർഗറ്റ് ചെയ്തു, എന്നിട്ട് അതിനകത്ത് ഇത്രയും എനിക്ക് കവർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ചെക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഈവൻ പോസിറ്റീവ് ക്രിറ്റിസിസം തരാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും അതും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ ആ ഒരു ജേണിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് തരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ആക്ച്വലി ഞാൻ പ്രാക്ടീസ് ചെയ്തതും അല്ലെങ്കിൽ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എനിക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഓർത്തു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാം. അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും, കുറച്ച് പേർക്കെങ്കിലും, ഇതിൽ എല്ലാം ഒന്നും അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിലും ഈവൻ നെഗറ്റീവ് ആണെങ്കിൽ പോലും, ഇനി അല്ല നിങ്ങൾക്ക് ഇതിലല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. സോ ദാറ്റ് ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.